ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ വൈശാഖ മഹാത്മ്യം. ഇന്ന് 10 9 ഇന്ന് വൈശാഖ ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട്. ഇന്ന് 10ാമത്തെ അധ്യായം. വൈശാഖ മഹാത്മ്യ ധ്യാന ശ്ലോകം. ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ശിവരാമ ദേവദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗര്യേ ദേവകീ സുധാ ജയ. ഓം തത്സത്. ശ്രീ വൈശാഖ മഹാത്മ്യം 10ാമത്തെ അധ്യായം. അത് 10ാമോധ്യായ. കേൾക്കേണമിനിക്കിനി പാപനാശനങ്ങളാം ചൊൽക്കൊണ്ട വ്രതദാന കർമ്മഭേദങ്ങളെല്ലാം കേൾക്കണമെങ്കിൽ പുരാമിയോടു മമ്പൂജാക്ഷൻ വാട്ടമിനിഞ്ഞേ അരുൾ ചെയ്തു കേട്ടതു ചൊല്ലാം. ശ്രാവണി ശുക്ലദ്വിതീയാദിയായി തുടങ്ങേണം അവിഷു തന്നെ ഭുജിച്ചിരാവു സംവത്സരം. ചതുർത്ഥ മാസാന്തരെ പാരണ വേണമപ്പോൾ ചതുർത്ഥം കറികളും കൂടെ നേദിച്ചിടേണം. അച്യുതനെയും പിന്നെ ശ്രീ ഭഗവതിയെയും അർച്ചന ബിംബം രണ്ടും വേറെ നിർമ്മിക്ക വേണം. സുവർണ ബിംബം മുഖ്യം വെള്ളിയെങ്കിലും കൊള്ളാം. സുവർണാംബരഭരണാദികൾ ബഹുവിധം ശുക്ലപുഷ്പങ്ങൾ കൊണ്ടു സുഗന്ധാദികൾ കൊണ്ടും ഭക്തവത്സലന്മാരെ പൂജിക്കാതിനം പ്രതി 12 വിപ്രന്മാരെ കുടുംബത്തോടും ഭക്ത്യാ പാദക്ഷാളനം ചെയ്തു ഭുജിപ്പിക്കലും വേണം. ദക്ഷിണായഥാശക്തി സംയതദാനം ചെയ്തു ലക്ഷ്മീശ്വരിവരെന്നും നിശ്ചയിക്കയും വേണം. ആവോളം അലങ്കാരത്തോടും പൂജിക്കയത ദേവിദേവന്മാരെയും ഭൂമിദേവന്മാരെയും. ശയ്യാദാനവും മുഖ്യ വസ്ത്രതാംബൂലദാനം ചെയ്യണം. മറ്റും പല സുഖദാനങ്ങൾ നന്നായി. മാർഗശീർഷാദി മാസം 4 ഈ വണ്ണം തന്നെ രുക്മിണി കൃഷ്ണന്മാരെന്നോട്ടു സേവിച്ചിടേണം. രക്തവർണമായി തന്നെ ധ്യാനം മാധവം. അപ്പോൾ രക്തവർണ്ണങ്ങളായ പുഷ്പങ്ങൾ അർച്ചിക്കേണം. ചൈത്രാദി മാസം 4 വരാഹമൂർത്തി തന്നെ രാത്രിയാകിയ ദേവി തന്നോടുകൂടി നിത്യം. ആഷാഢമാസേ വിധിയതിനെ സമർപ്പിക്ക. ദോഷനാശന വ്രതഭേദങ്ങൾ ധരിക്ക നീ. മുമ്പിനാൽ ചൊല്ലിടിന പാരണദിനെ ഹോമം അമ്പേറും അഷ്ടാക്ഷര മന്ത്രേണ ചെയ്തിടണം. വിഷ്ണു ഗായത്രി കൊണ്ടു പിന്നെയും 3ാമതു വിഷ്ണു സേവയാ പുരുഷോത്തമാ മന്ത്രം കൊണ്ടും. പായസം പഞ്ചാമൃതം ഘൃതപാപം ങ്ങൾ മറ്റും സാദരം നിവേദിക്കാം. താമ്രനിർമ്മിത ബിംബ ലക്ഷ്മി കേശവന്മാർക്കു രുക്മിണി കൃഷ്ണന്മാർക്കു കാഞ്ചനം കൊണ്ടുവേണം. വസുധാവരാഹമൂർത്തികൾക്കു വെള്ളി തന്നാൽ വസുധാദിബിംബം ഇങ്ങനെ ധരിച്ചാലും. ദാനഭോജന ബഹുദേവന ഗന്ധങ്ങളാൽ മാനസപ്രീതിക്കലം പാവം ഭൂദേവന്മാർക്കു വരുത്തി നിർമാല്യത്തെ ഭുജിച്ചു താനും പിന്നെ ധരിത്രി പതി സന്ധ്യാവന്ദനം ചെയ്തു ശീഘ്രം. ശുദ്ധമായി വിരിച്ചോരു ശയ്യയിൽ ബിംബങ്ങളെ പ്രസ്താവിച്ചനന്തരം യജിക്ക വിധിപൂർവം. കാംസ്യഭാജനെ നിറച്ചപ്പവും നിവേദിച്ചു ചിൽസ്വരൂപികൾക്കും മുദ്രികളിരുവർക്കും. സുഗന്ധ കരചൂർണ വിടികാപൂപങ്ങളും സകലം നിവേദിച്ചു ദീപങ്ങൾ തെളിയിച്ചു. സ്തുതിച്ചു തിരുനാമ കീർത്തനം ചെയ്തു കൊണ്ടും ഭജിക്ക ദേവന്മാരെ വത്സരമേവമെന്നാൽ. നിനച്ചതെല്ലാം സാധിച്ചിരുന്നു ചിരംഭൂമോ. സുഖിച്ചു വൈകുണ്ഠത്തിൽ ഇരിക്കാമവർക്കെന്നാൽ. ശ്രുതദേവന്റെ വാക്യമിങ്ങനെ കേട്ട നേരം മതിമാനായ മിഥിലാധിപൻ ചോദ്യം ചെയ്താൻ. ഛത്രദാനത്തിൻ ഫലമരുൾ ചെയ്യണമിനി എത്രയും മോഹമധു ധരിപ്പാനകതാരിൽ.
അതു കേട്ടരുൾ ചെയ്തു സുതദേവനും അവൻ. അതുനാ കേൾക്ക പറഞ്ഞിടുവൻ ചുരുക്കി ഞാൻ. അധ്യായം 10 ചെന്നേൻ ഇനിയും കേൾക്ക പുരാ. ശുദ്ധീകരിടും ഹൃദയുഗമാം കാലത്തിങ്കൽ. ഇതി ശ്രീ വൈശാഖ മഹാത്മ്യേ ദശമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. ശ്രീ വൈശാഖ മഹാത്മ്യം 10ാമത്തെ അധ്യായമാണ് ഇപ്പോൾ ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിച്ചത്. ഓം തത്സത്.